വീടെന്ന് പറയുന്ന എല്ലാവരുടെയും ഒരു സ്വപ്നമാണല്ലേ. അപ്പോൾ അതുപോലെ നമുക്കും വീടിൻ്റെ ഓരോ കോണും അല്ലെങ്കിൽ എങ്ങനെ ആകണം എന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. നമുക്കിഷ്ടമുള്ള രീതി പണിയാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് വലിയ കാര്യം. നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പണിഞ്ഞു തരുന്ന, അപ്പോൾ നമുക്കൊരു കോൺട്രാക്ടറും ഒരു ഇൻറ്റീരിയർ ടീമും ഇത് രണ്ടും നമുക്ക് നമ്മുടെ കൂടെ നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ എന്താണോ പറയുന്നത് അത് കൃത്യമായിട്ട് അവർ നമുക്ക് ഓരോ കോണും ചെയ്തു തന്നു. അത് തന്നെയാണ് നമുക്ക് ഉണ്ടായ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. ഞങ്ങൾ ഏകദേശം ഒരു വർഷമായില്ലേ, ഒരു വർഷമായില്ലേ, ഒരു വർഷത്തെ പ്ലാനിങ് ആയിരുന്നു ഈ നമ്മുടെ വീടെന്ന് പറയുന്നത്. ഏകദേശം കഴിഞ്ഞ വർഷം അഷ്ടമിരോഹിണി അല്ലേ, ഓഗസ്റ്റിൽ അഷ്ടമിരോഹിണി നാളിൽ അന്നാണ് നമ്മൾ ഞങ്ങൾ തറക്കല്ലിട്ടത്. അപ്പോൾ ഞങ്ങൾ പുറത്തായതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഈ വീടിൻ്റെ കാര്യങ്ങളൊക്കെ ഓരോ സ്റ്റേജും നോക്കി അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിന് പകരം നമ്മൾ ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് CCTV ക്യാമറ കാര്യങ്ങളൊക്കെ നമ്മൾ സൈറ്റിൽ വെച്ചിരുന്നെങ്കിലും നമ്മൾ കൂടുതലും നമ്മൾ കോൺട്രാക്ടറെയും ഇന്ത്യയുടെ ടീമിനെയും എല്ലാവരെയും വിശ്വസിച്ച് തന്നെയാണ് മുന്നോട്ട് പോയത്. എന്തായാലും അവരെല്ലാം ആ ഒരു വിശ്വാസം നമ്മുടെ അല്ലേ കാത്തുരക്ഷിച്ച് എങ്ങനെ വേണമെങ്കിൽ പറയാം. ആക്ച്വലി ഇത് വീടിൻ്റെ പ്ലാന് പല ആളുകൾ, ഇപ്പോൾ പല ആർക്കിടെക്ട്സും അല്ലെങ്കിൽ എൻജിനീയേഴ്സും ഒക്കെ പല സമയത്ത് അവരുടെ ഇതനുസരിച്ചിട്ട് മാറ്റിയൊക്കെ നമുക്ക് ചെയ്യിക്കേണ്ടി വന്ന്. ഇപ്പം നമ്മൾ ഇൻറ്റീരിയർ ഡിസൈനിങ് ചെയ്യിച്ച ഒരാളുടെ അല്ല ആക്ച്വലി ഇത് വർക്ക് കൊടുത്തത്. നമ്മൾ ആദ്യം ഒരു ടീമിനെ ഫിക്സ് ചെയ്തു, പിന്നെ അതിന് ശേഷം നമ്മളുമായിട്ട് ഓക്കെ അല്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ മാറ്റി. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനിടയ്ക്ക് നടന്നു. അപ്പം എന്താ പറയുക, ഇപ്പോൾ ഇവിടെ ഹൗസ് വാമിങ്ങിന് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു നമ്മുടെ ആക്ച്വലി ഒരു 5.5 സെൻറ്റ് സ്ഥലം മാത്രമേ ഉള്ളൂ ഈ വീടിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നലെ വന്നവരെല്ലാവരും തന്നെ നമ്മളോട് പറഞ്ഞത് ഇതിൽ നിങ്ങൾ മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലേ, മാക്സിമം യൂട്ടിലൈസേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. കൂടുതൽ സംസാരിക്കുന്ന ഞാനാണെങ്കിലും വീടിൻ്റെ എന്താ പറയുക ഓരോ കാര്യങ്ങളിലും കൂടുതൽ ഇൻവോൾവ് ചെയ്ത ഓള് തന്നെയാണ്. ഞങ്ങൾ രണ്ടുപേര് ഇങ്ങനെ കാര്യങ്ങളെല്ലാം എങ്ങനെ ചർച്ച ചെയ്ത് എല്ലാ ദിവസവും വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഈവനിങ് വരുമ്പോൾ തന്നെ അല്ലെങ്കിൽ രാത്രിയിൽ നമ്മൾ കിടക്കുമ്പോൾ ഇന്ന് ഈ സൈഡിൽ എന്ത് ചെയ്യാം അല്ലെങ്കിൽ ആ കോണിൽ എന്ത് ചെയ്യാം, അതായിരിക്കും ഞങ്ങളുടെ ചർച്ച. കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മുടെ ചർച്ച അങ്ങനെ തന്നെയായിരുന്നു അല്ലേ. എന്തായാലും ബൈ ഗോഡ് ഗ്രേസ് നമുക്ക് അങ്ങനെ ഒരു നന്നായിട്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് എത്താൻ പറ്റി. ഞങ്ങളിപ്പോൾ ശരിക്കും ഞങ്ങൾക്കിത് നമ്മൾ കണ്ടിന്യൂസ് നമ്മൾ പുറത്താണല്ലോ, ഓക്കെ ഞങ്ങൾ ദുബായിലാണ് സെറ്റിൽഡ്. അപ്പോൾ ശരിക്കും ഞങ്ങൾ വെക്കേഷന് വരുമ്പോൾ 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച വർഷത്തിൽ ഏകദേശം മാക്സിമം പോയാൽ 1 മാസം അല്ലേ, ആ ഒരു മാസം താമസിക്കാനുള്ള ഒരു ഹെവൻ ആണ് നമുക്ക് ഈ ഒരു വീടെന്ന് പറയുന്നത്. പിന്നെ പേരിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഫാമിലി നെയിം മണക്കാട്ട് എന്നൊരു ഫാമിലിയാണ്. അപ്പോൾ പേര് ഞങ്ങൾ കുറേ ആലോചിച്ചു. അപ്പോൾ നമ്മുടെ മെയിൻ ഫാമിലി നെയിം അല്ലാതെ ഒരു സബ് നെയിമും കൂടി വേണമല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ AJ വില്ല എന്ന് പറയുന്ന ഒരു പേരിലേക്ക് ഞങ്ങൾ എത്തിയത്. അതായത് എൻ്റെ വൈഫിൻ്റെ പേര് അറിയാലോ, ആര്യ, ഞാൻ ജയരാജ്, പിന്നെ ഞങ്ങളുടെ കുഞ്ഞ് ജാൻവി. അങ്ങനെ ഞങ്ങൾ Aയും Jയും ചേർന്നൊരു ഫാമിലിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അല്ലേ അങ്ങനെയാണ് ഞങ്ങൾ AJ ഫാമിലി AJ വില്ല ആക്കിയത്. പിന്നെ വൈഫ് കുറേ സജഷൻസ് ഉണ്ടായിരുന്നു. അവൾക്ക് കിച്ചൺ ഇങ്ങനെ വേണം, വാഷ്റൂംസിൻ്റെ അതെല്ലാം കൺസീൽഡ് ആയിരിക്കണം, അതൊക്കെ മസ്റ്റായിട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിരുന്നു. പിന്നെ എന്താ പറയുക, നമുക്കൊരു പാഷോ സ്പേസ്, ഞങ്ങളുടെ ഒരു പ്രൈവറ്റ് ഏരിയ, ഇപ്പോൾ നമ്മുടെ ബെഡ്റൂമും ഇതൊന്നും കൂടാതെ നമുക്ക് സെപ്പറേറ്റ് നമുക്ക് ഇരിക്കാനും സംസാരിക്കാനും ഒക്കെ പറ്റി, കുഞ്ഞിനും കൂടിയൊക്കെ ഇരിക്കാൻ പറ്റി അങ്ങനെ ഒരു ഫാമിലി, ഞങ്ങൾക്ക് മാത്രമായിട്ടുള്ളൊരു പാഷോ സ്പേസ് അല്ലെങ്കിൽ ഒരു ഫ്രീ ഏരിയ വേണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ആഡ് ഓൺ ചെയ്തതാണ്. നമ്മുടെ
തുടങ്ങിയപ്പോൾ ഉള്ള നമ്മളൊരു സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉള്ള പ്ലാനിൽ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ആഡ് ഓൺ ചെയ്ത് അതൊക്കെ ചെയ്ത് അല്ലേ, ആഡ് ഓൺ ആയിരുന്നു അവർ സംഭവം. ഓക്കെ, പക്ഷേ അതൊക്കെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതൊക്കെ നന്നായി എന്ന് തന്നെ നമുക്ക് തോന്നുന്നു അല്ലേ. നമ്മളെ കൂടുതൽ സഹായിച്ച ഒരുപാട് നമ്മൾ നന്നായിട്ട് റിസർച്ച് ചെയ്തിട്ട് തന്നെയാണ് ഇത് ചെയ്തിട്ടോ. ഞങ്ങൾ പിൻട്രസ്റ്റ് അല്ലേ, അങ്ങനെയുള്ള എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും ഞങ്ങൾ മാക്സിമം യൂസ് ചെയ്തായിരുന്നു ഈ ഒരു നമ്മുടെ AJ വില്ലയിലേക്ക് എത്താൻ വേണ്ടി. ഈ വീടെന്ന് പറയുന്നത് ജയുടെ ഏറ്റവും വലിയൊരു ഡ്രീമാണ്. അതായത് ഇപ്പോൾ ഈവനിങ് വർക്ക് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരുപാട് ലേറ്റായിട്ട് വരുന്ന ദിവസങ്ങളുണ്ട്. അന്നാണെങ്കിൽ ഇപ്പോൾ കോൺട്രാക്ടർ വിളിച്ച് പറയുന്നത് ഇന്ന് ഞാൻ പൂജാ റൂമാണ് സെറ്റ് ചെയ്തതെന്ന് പറയുമ്പോൾ ഉടനെ ആ ഇൻട്രസ്റ്റ് കയറി ഫുൾ പൂജാ റൂംസും അതെല്ലാം സെറ്റ് ചെയ്ത് കുറേ ഓപ്ഷൻസ് എടുത്ത് വെക്കും. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് നൈറ്റ് കുറേ ഡിസ്കസ് ചെയ്ത് അല്ലേ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈവൻ അവർക്ക് മാത്രമായിട്ട് വിട്ടുകൊടുക്കാതെ ഞങ്ങളിൽ നിന്നും എന്തൊക്കെ ഇൻപുട്ട് ഞങ്ങൾക്ക് ഇടാമെന്നത് ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. ഈവൻ ഈ വീടെന്ന് പറയുന്നത് ഞങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ ഒരു കാര്യമായിരിക്കും, എപ്പോഴും നടക്കുന്ന കാര്യമല്ല. സോ അതിൻ്റേതായ ഒരു ഇമ്പോർട്ടൻസ് ഞങ്ങൾ ഈ ത്രൂ ഔട്ട് ഈ 1 ഇയറും ഞങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈവൻ കളർ സെലക്ഷൻ ആണെങ്കിൽ പോലും, പിന്നെ ലാസ്റ്റ് കുറേ ഭാഗങ്ങളിൽ ബഡ്ജറ്റിൻ്റെ ഇതനുസരിച്ച് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ മാറ്റേണ്ടി വന്നാലും അതിൽ എന്ത് ഇൻപുട്ട് നമുക്ക് കൊടുക്കാം, അത് എങ്ങനെ വെറൈറ്റി ആക്കാം എന്നാണ് ഞങ്ങൾ ചിന്തിച്ചത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ ചെയ്യാം അല്ലേ. പിന്നെ ഇത് ജയുടെ ഒരു ഏറ്റവും വലിയ ഡ്രീം ആയിരുന്നു എങ്കിലും ജയിലിൽ കൂടി ഇതെൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീമായി. അതായത് ഹൗസ് വാമിങ്ങിൻ്റെ തലേ ദിവസവും അത് കഴിഞ്ഞുള്ള ദിവസത്തെ ആ ഒരു ഫീലിങ്സ് ഞങ്ങൾക്ക് വേറെ ആർക്കും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ഫീലിങ്സ് ആയിരുന്നു. എല്ലാവർക്കും നന്ദിയുണ്ട്. ഇവ ഞങ്ങളുടെ കൂടെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ പേരൻസ് ആയാലും ഒരുപാട് പേര് സജഷൻസ് എല്ലാം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഞങ്ങൾ ഇതിൽ കൂടി ഒരു നന്ദി പറയുകയാണ്. പിന്നെ ഞങ്ങളുടെ കോൺട്രാക്ടർ ആയാലും പിന്നെ ഇൻറ്റീരിയർ വർക്ക് ചെയ്ത ആളായാലും ഞങ്ങളുടെ കോൺട്രാക്ടറൊക്കെ വന്ന നല്ല ഒരുപാട് സജഷൻസ് അവരുടെ സൈഡിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതും കൂടി കൊണ്ട് മാത്രമാണ് ഈ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നായിട്ട് മാറിയത്. ഞങ്ങളുടെ വലിയൊരു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹങ്ങളിലൊന്നായിരുന്നു വീട്. അപ്പോൾ അതിലേക്ക് എത്താൻ സാധിച്ചു. ഇപ്പോൾ നമ്മളോടൊപ്പം ഇതുവരെ ഈ ഒരു ഹെവൻ അല്ലെങ്കിൽ AJ വില്ല ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ ഞങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ദൈവത്തിനോട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്.